ഓക്കെ, അടുത്തതായിട്ട് നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ സോളിഡ് ഷാഫ്റ്റിലും ഹോളോ ഷാഫ്റ്റിലും ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഹോളോ ഷാഫ്റ്റ് സോളിഡ് ഷാഫ്റ്റിൻ്റെ മുകളിൽ പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത് ഹോളോ ഷാഫ്റ്റിനാണ്. ഇൻ കേസ് ഓഫ് മെറ്റീരിയൽ സേവിങ്, നമുക്ക് സോളിഡ് ഷാഫ്റ്റിനേക്കാളും മെറ്റീരിയൽ ഹോളോ ഷാഫ്റ്റിന് സേവ് ചെയ്യാൻ പറ്റും. കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം പവറും സെയിം സ്പീഡ്, അതായത് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സെയിം ആണെങ്കിൽ ഇപ്പോൾ ഹോളോ ഷാഫ്റ്റിന് കുറച്ച് മെറ്റീരിയൽ മതിയാവും സോളിഡ് ഷാഫ്റ്റിനെ അപേക്ഷിച്ച്. ഓക്കെ, ആ സെയിം പവറും സെയിം സ്പീഡ് തന്നെ ആയിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഇതാണ്: എ ഹോളോ ഷാഫ്റ്റ് ഹാവിങ് ഡയമീറ്റർ, ഇപ്പോൾ ഇന്നർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഔട്ടർ ഡയമീറ്ററിൻ്റെ 60% ഉള്ളൂ. 60% ഓഫ് ഔട്ടർ ഡയമീറ്റർ. ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ സോളിഡ് ഷാഫ്റ്റ് ട്രാൻസ്മിറ്റിംഗ്. കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം പവറാണ് സെയിം സ്പീഡിൽ. അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് പ്രോബ്ലം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് സേവിങ് ഇൻ മെറ്റീരിയൽ ഇഫ് ദ മെറ്റീരിയൽ ഈസ് ടു ബി യൂസ്ഡ് ഓൾസോ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും ഷാഫ്റ്റിൻ്റെ പെർസെൻറ്റേജ് സേവിങ് ഇൻ മെറ്റീരിയൽ, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. കണ്ടീഷൻ സെയിം പവറും സെയിം സ്പീഡും തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇന്നർ ഡയമീറ്റർ എന്ന് പറയുന്നത് 60% ഓഫ് ഔട്ടർ ഡയമീറ്റർ. സോ ഇവിടെ DI എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നർ ഡയമീറ്റർ. DO എന്ന് പറയുന്നത് ഔട്ടർ ഡയമീറ്റർ. ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്നത് DI is equal to 60% ഓഫ് DO എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.6 ടൈംസ് DO എന്ന് എഴുതാം. ഓക്കെ, ലെറ്റ് പവർ P എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ്, ദെൻ N എന്ന് പറയുന്നത് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ പവർ ട്രാൻസ്മിറ്റഡ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പവർ ട്രാൻസ്മിറ്റഡ് P equal to 2 pi NT divided by 16. ഇത് ഷാഫ്റ്റിൻ്റെ കേസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ സോളിഡ് ഷാഫ്റ്റ് ആയാലും ഹോളോ ഷാഫ്റ്റ് ആയാലും പവറിൻ്റെ ഇക്വേഷൻ 2 pi NT/60 തന്നെയാണ്. അവിടെ ടോർക്കിൻ്റെ ഇക്വേഷൻ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ T എന്ന് പറയുന്നത് ടോർക്ക് ട്രാൻസ്മിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ടോർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ടോർക്ക് T is equal to P into 60 divided by 2 pi N. ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? പവർ സെയിം, സ്പീഡും സെയിം. സോ ടോർക്ക് എന്ന് പറയുന്നത് രണ്ടിനും കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് എന്ന് കിട്ടും, അതിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ടോർക്ക് ട്രാൻസ്മിറ്റഡ് സെയിം ആണ്. അപ്പോൾ നമുക്ക് സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് TS എന്ന് വിളിക്കാം. TS is equal to എന്തായിരിക്കും? pi/16 ടോ D ക്യൂബ്, വേർ D എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സോളിഡ് ഷാഫ്റ്റ്. ഇപ്പോൾ ഹോളോ ഷാഫ്റ്റിൻ്റെ കേസ് ആണെങ്കിലോ, ഹോളോ ഷാഫ്റ്റ് ഞാനിപ്പോൾ പേര് കൊടുക്കാൻ പോകുന്നത് TH എന്ന് പറയുന്നത് ഇക്വേഷൻ ഇങ്ങനെയാണ്: pi/16 ടോ D ക്യൂബിന് പകരം DO⁴ മൈനസ് DI⁴ ഡിവൈഡ് ബൈ DO. DO എന്ന് പറയുന്നത് ഔട്ടർ ഡയമീറ്റർ, DA ഇന്നർ ഡയമീറ്റർ. ഇങ്ങനെയാണ് ഹോളോ ഷാഫ്റ്റിൻ്റെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇവിടെ T is equal to കോൺസ്റ്റന്റ് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? സോളിഡ് ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്കും ഹോളോ ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടോർക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ഞാൻ ഇറേസ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് pi/16 ടോ D ക്യൂബ് ഈസ് ഈക്വൽ ടു pi/16
tau d raised to 4 do raised to 4 minus di raised to 4 divided by do. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ഓക്കെ, രണ്ട് മെറ്റീരിയലും സെയിം ആയതുകൊണ്ട് ഷിയർ സ്ട്രെസ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? 5 ക്യാൻസൽ ചെയ്ത് കളയാം, 16 ക്യാൻസൽ ചെയ്ത് കളയാം, ടോയും ക്യാൻസൽ ചെയ്ത് കളയാം. റിമൈനിങ് ഉള്ള ടേംസ് എഴുതുകയാണ്. ഇനി ഇവിടെ ഒരു വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഡി ക്യൂബ് എന്ത് കിട്ടും? ഡി ക്യൂബ് ഈസ് ഈക്വൽ ടു ഡി ഒ റൈസ് ടു 4 മൈനസ് ഡി ഐ എന്ന് പറയുന്നത് 0.6 ടൈംസ് ഡി ഒ ആണ്. 0.6 ടൈംസ് ഡി ഒ ഓൾ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ ഡി ഒ. ഓക്കെ, അപ്പോൾ ഡി ക്യൂബിൻ്റെ എക്സ്പ്രഷനായി. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി ഒ റൈസ് ടു 4 ഇത് 0.6 റൈസ് ടു 4 ഇൻറ്റു ഡി ഒ റൈസ് ടു 4 മൈനസ് ബൈ ഡിവൈഡ് ബൈ ഡി ഒ എന്ന് കൊടുക്കാം. അതെനിക്ക് റീഅറേഞ്ച് ചെയ്ത് കുറച്ച് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ഡി ക്യൂബ് ആയിരുന്നത് ഡി ഈസ് ഈക്വൽ ടു, ഇത് ബാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഡി ഈസ് ഈക്വൽ ടു കിട്ടുന്ന എക്സ്പ്രഷൻ 0.9548 ഡി ഒ എന്ന് കിട്ടും. ഇത് ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ്. ഓക്കെ, ഞാൻ ബാക്കി ഇറേസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ റിലേഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദി സോളിഡ് ഷാഫ്റ്റ് ഡി എന്ന് പറയുന്നത് 0.9548 ടൈംസ് ഡയമീറ്റർ ഓഫ് ദി ഹോളോ ഷാഫ്റ്റ്, ഔട്ടർ ഡയമീറ്റർ ഓഫ് ദി ഹോളോ ഷാഫ്റ്റ് എന്നാണ് കിട്ടിയ റിസൾട്ട്. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു 0.9548 ഡി ഒ. ഓക്കെ, ബാക്കി ഇറേസ് ചെയ്യാണ്. ഓക്കെ, ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് സോളിഡ് ഷാഫ്റ്റും ഹോളോ ഷാഫ്റ്റ് എത്രയും നോക്കാം. ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് സോളിഡ് ഷാഫ്റ്റ്, ഞാനതിനെ എ എസ് എന്ന് വിളിക്കുകയാണ്. എ എസ് ഈസ് ഈക്വൽ ടു സോളിഡ് ഷാഫ്റ്റ് ആയതുകൊണ്ട് ഇക്വേഷൻ π/4 ഡി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു π/4 എനിക്ക് വാല്യൂ കൊടുക്കാം 0.716 d0 സ്ക്വയർ എന്ന് കിട്ടും. ഞാൻ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, π/4നും ഡിക്ക് 0.9548 കൊടുത്തു. സോ ആൻസർ കിട്ടുന്നത് 0.716 d0 സ്ക്വയർ എന്ന് കിട്ടും. ഡിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ 0.9548, ഡി എന്ന് പറയുന്നത് 0.9548 d0 ആണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 0.716 d0 സ്ക്വയർ. എ എസ് ഈസ് ഈക്വൽ ടു 0.716 d0 സ്ക്വയർ. ഇനി ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ് എന്താ നോക്കാം. ഹോളോ ഷാഫ്റ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ എച്ച് ഞാൻ കണ്ടുപിടിക്കുമ്പോൾ അത് ഇക്വേഷൻ ഹോളോ ഷാഫ്റ്റ് ആയതുകൊണ്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് π/4 DO സ്ക്വയർ മൈനസ് DI സ്ക്വയർ. ഇവിടെ DIക്ക് വരെ എന്ത് കൊടുക്കാം? π/4 DO സ്ക്വയർ മൈനസ് 0.6 ടൈംസ് DO സ്ക്വയർ, 0.6 ടൈംസ് DO സ്ക്വയർ. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.502 d0 സ്ക്വയർ. അപ്പോൾ എ എച്ചും എ എസും വാല്യൂ കിട്ടി. ഇത് കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും. ഏരിയ ക്രോസ് സെക്ഷൻ സോളിഡ് ഷാഫ്റ്റിന് വേണ്ടത് 0.716 DO സ്ക്വയറും ഹോളോ ഷാഫ്റ്റിന് 0.502 DO സ്ക്വയറും മതി. അപ്പം ഏരിയ ക്രോസ് സെക്ഷൻ ഹോളോ ഷാഫ്റ്റാണ് കുറവ്. നമുക്ക് മെറ്റീരിയൽ സേവ് ആവുമെന്ന് ഇവിടെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി എത്രത്തോളം സേവ് ആവുമെന്ന് നമുക്ക് നോക്കാം. therefore പെർസെൻറ്റേജ് സേവിങ് ഇൻ മെറ്റീരിയൽ ആണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ അത് പെർസെൻറ്റേജ്, അപ്പോൾ അത് എങ്ങനെ എടുക്കാൻ പറ്റും? പെർസെൻറ്റേജ് സേവിങ് ഇൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്
സെയിം ആസ് ദാറ്റ് പെർസെൻറ്റേജ് സേവിങ് ഇൻ ഏരിയ തന്നെയായിരിക്കും. സിൻസ് മെറ്റീരിയൽ ചേഞ്ച് ആവുന്നില്ല, അപ്പോൾ പെർസെൻറ്റേജ് സേവിങ് മെറ്റീരിയൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? പെർസെൻറ്റേജ് സേവിങ് ഇൻ ഏരിയ ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് കുറച്ച് പോർഷൻസ് ഇറേസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം ഇവിടെ എഴുതുകയാണ്. അപ്പോൾ പെർസെൻറ്റേജ് സേവിങ് ഇൻ ഏരിയ എന്ന് പറയുന്നത് എന്ത് കിട്ടും? അതായത് ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് മൈനസ് ഏരിയ ഓഫ് ഹോളോ ഷാഫ്റ്റ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ്. സോളിഡ് ഷാഫ്റ്റിൻ്റെ പുറത്ത് എത്ര ഏരിയ ആണ് കുറഞ്ഞതെന്നാണ് നോക്കുന്നത്, ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സോളിഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് 0.716 d0 സ്ക്വയർ മൈനസ് DO സ്ക്വയർ മൈനസ് AH എന്ന് പറയുന്നത് 0.502 DO സ്ക്വയർ ഡിവൈഡഡ് ബൈ AS എന്ന് പറയുന്നത് 0.716 DO സ്ക്വയർ ഇൻറ്റു 100. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സേവിങ് ഇൻ ഏരിയ, അതായത് പെർസെൻറ്റേജ് സേവിങ് ഇൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് എത്രയാണ്? 29.88 എന്ന് കിട്ടും. ഇവിടെ DO സ്ക്വയർ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻറ്റു 100 കൊടുക്കുമ്പോൾ 29.88% എന്ന് കിട്ടും. സോ ആൻസർ പെർസെൻറ്റേജ് സേവിങ് ഇൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് 29.88%. അപ്പോൾ 30%, ഓൾമോസ്റ്റ് 30%ഓളം മെറ്റീരിയൽ സോളിഡ് ഷാഫ്റ്റിനെ റീപ്ലേസ് ചെയ്ത് ഹോളോ ഷാഫ്റ്റ് ആക്കിയാൽ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഹോളോ ഷാഫ്റ്റ് ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.